കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ 150 വർഷ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്ന ആദ്യ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പ്രതിനിധി TJ ആന്റണി തെരുവിപ്പറമ്പിൽ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. 150 വർഷ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവക നിർമ്മിച്ച ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. TJ അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയായ TJ ആന്റണി തെരുവിപ്പറമ്പിലാണ് താക്കോൽദാന കർമ്മം നിർവഹിച്ചത്. TJ അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഇതിലാണ് ഈ ഭവനം നിർമ്മിച്ചു നൽകുന്നത്. TJ അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഭവന നിർമ്മാണവും അതുപോലെ തന്നെ ദരിദ്രരായ ആൾക്കാർക്ക് ഭവന നിർമ്മാണവും ഡയാലിസിസ് ബെഡിനായിട്ടുള്ള രോഗികൾക്കുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ഈ ജൂബിലി വർഷമായിട്ട് അച്ഛന്മാർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് തങ്കച്ചൻ സ്വന്തം ഇടവകയായ ഈ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിക്ക് ആദ്യം തന്നെ ഒരു വീട് ഭവനം വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചതും അത് നടപ്പിലാക്കി ഇന്ന് അതിന്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ്. തുടർന്ന് ഇടവക വികാരി ഫാദർ ജോയ് ചക്കാലക്കൽ ഭവനത്തിന്റെ ആശീർവാദ കർമ്മം നടത്തി. സെന്റ് പീറ്റേഴ്സ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണിന്ന്. നമ്മുടെ 180-ാം വർഷത്തെ ജൂബിലിയോടനുബന്ധിച്ച് 4 ഭവനങ്ങളാണ് നമ്മൾ നിർമ്മിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. നമ്മളിന്ന് വെഞ്ചരിപ്പും താക്കോൽദാന കർമ്മവും നടത്തുകയാണ്. ഇതിനു വേണ്ട മെറ്റീരിയൽസ് എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ്. അതിൻ്റെ പ്രതിനിധിയായി ശ്രീ ആനിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞത്. ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ, ഫാദർ ജോസ്മോൻ പള്ളിപ്പറമ്പിൽ, ട്രസ്റ്റി യേശുദാസ് TG, ജോ അമ്പലത്തുങ്കൽ, ടോമി പുത്തൻ ചക്കാലക്കൽ, ഷാജി ബാവക്കാട്ട്, ജോർജ് പുളിമനയത്തെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നമ്മുടെ ജൂബിലി പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയായി ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഈ വേളയിൽ ഒത്തിരി അധികം പേരെ നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓർമ്മയിലുള്ളത് പെട്ടെന്ന് പറയുകയാണ്. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോയച്ചനെയും പ്രസാദച്ചനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ ഈ ജൂബിലിയെക്കുറിച്ച് ആലോചിക്കുകയും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുകയും അതിന് ഭാഗമായിട്ട് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഭവനം നൽകിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവയ്ക്കാമെന്ന് ചിന്തിക്കുകയും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് ജോയച്ചനാണ്. ഒപ്പം പ്രസാദച്ചനുമായിരുന്നു. ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ TJ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്പോൺസർ ചെയ്തത്. ബാക്കിയുള്ള 3 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരി 25-ന് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന് മുൻപ് എല്ലാ ഭവനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇടവക ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ബ്ലഡിൻ്റെ ഒരു അസുഖം വന്നിട്ട്, അതായത് LSS എന്ന് പറഞ്ഞ ഒരു 3 അസുഖമുണ്ട്. അതിൽ ഒരെണ്ണം ഇത്തിരി ഇതായിട്ടാണ് നിൽക്കണം. നമുക്കതിന് മരുന്നില്ല. അപ്പോൾ അത് പ്രതിരോധിച്ച് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർജ് ചേട്ടക്ക് അതുകൊണ്ട് കുറച്ച് അധികം കടബാധ്യത വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വീടുമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. മോളുടെ പഠിപ്പും 2 പിള്ളേരുടെ പഠിപ്പും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഭവനം എനിക്ക് കിട്ടുമെന്നുള്ളത്. പിന്നെ എന്തൊക്കെ അസുഖം വന്നാലും ഞാൻ ഈശോയെ ഞാൻ കൈവിട്ടിട്ടില്ലായിരുന്നു. ഈശോയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതിന്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.